ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പക്കാവടയാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയതും അതേപോലെ തന്നെ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ട് എയർ ടൈറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പക്കാവട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. ഞാനൊരു വലിയ ബൗൾ നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഈ എടുക്കുന്ന പൊടിയിൽ ഒട്ടും തരികളൊന്നും ഇല്ലാതെ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പക്കാവട ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഒട്ടും തരികൾ കാണാൻ പാടില്ല. അപ്പോൾ ആ കടലമാവ് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്തിൽ തരികളൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് വറുത്ത അരിപ്പൊടി വേണം കേട്ടോ. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ കടലമാവ് എടുത്ത അതേ ബൗളിൽ തന്നെ 1/4 അളവോളം അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിയും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാവുന്നതാണ്. കടലമാവ് മാത്രം വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ കടലമാവ് എടുത്തതിൻ്റെ പകുതി അളവിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ കടലമാവിൻ്റെ സെയിം അളവിൽ തന്നെ അരിപ്പൊടി എടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടലമാവ് എടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് കിട്ടും. നമ്മൾ പകുതി അളവിൽ എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിലിട്ടിട്ട് ചേർത്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അളവറിയാൻ പറ്റും. ഇനി കായത്തിൻ്റെ കട്ടയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിച്ച് ചേർത്ത് കൊടുക്കുക. ഒട്ടും തരികളൊന്നും കാണാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ഫൈൻ ആയിട്ടുള്ള പൗഡർ ചേർത്ത് കൊടുക്കണം. തരികളൊന്നും ഒട്ടും കാണരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ 4-5 അല്ലി വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെളുത്തുള്ളി ചതച്ച് അതുപോലെ ഇതിലേക്ക് ചേർക്കാൻ പറ്റത്തില്ല. നമുക്കിത് പീച്ചിയെടുക്കാൻ ബുദ്ധിമുട്ടാകും കേട്ടോ. അതുകൊണ്ട് വെളുത്തുള്ളിയുടെ ഈ ജ്യൂസ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. വെളുത്തുള്ളിയും അതുപോലെ തന്നെ കായപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് നമ്മുടെ പക്കാവടയ്ക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് പക്കാവടയ്ക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിലേക്ക് ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ഒന്നുമല്ല നമ്മൾ എടുത്തേക്കുന്നത്, സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. ഒരുപാട് ടൈറ്റായിട്ട് പോകരുത്, കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. തുറന്ന് വെക്കരുത് കേട്ടോ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ വശമൊക്കെ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു പുതിയ സേവനാഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ സാധാരണ സേവനാഴിയൊക്കെ വാങ്ങുമ്പോഴേ ഇതിനകത്ത് 2-3 അച്ചൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമുക്ക് 15 അച്ചാണ് വരുന്നത്. പല രീതിയിലുള്ള അച്ചുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്താണ് അച്ച് വരുന്നത്. 15 അച്ചാണ് ഉള്ളത്. കണ്ടില്ലേ, പല രീതിയിലുള്ള നമുക്ക് ഏത് ഷേപ്പിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും നല്ലതാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല ഡിസൈനിലുള്ള പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ 15 അച്ചാണ് വരുന്നത്. മുറുക്കിൻ്റെയും മധുരസേവയുടെയും മിക്സറിൻ്റെയും അങ്ങനെ കുറേ അച്ചുകളുണ്ട് കേട്ടോ. ഏതിൻ്റെയൊക്കെ ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പല ഡിസൈനിലുള്ള അച്ചുകളാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അടിവശവും മുകൾ വശവും നമുക്ക് തുറന്നെടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് മുകളിലേക്ക് ഇതുപോലെ വലിച്ചു വെക്കാം. അതിനുശേഷം വേണം നമ്മളിത് അഴിക്കാനായിട്ട്. നമ്മളിതിലേക്ക് മാവ് കയറ്റിയ ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മൾ ഈ മുകളിലോട്ട് വലിച്ചു വെച്ചിരിക്കുന്നത് താഴോട്ട് വരും കേട്ടോ. അങ്ങനെയാണ് മാവ് നമുക്ക് താഴേക്ക് നമ്മുടെ എണ്ണയിലേക്ക് വീഴുന്നത്. ഇത് പലർക്കും അറിയാവുന്നതാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ട് വശവും നമുക്ക്, അതായത് മുകൾ വശവും താഴ്വശവും തന്നെ നമുക്ക് തുറക്കാവുന്നത് കൊണ്ട് തന്നെ നമുക്കിത്
കുറച്ച് മാവ് ഇതിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അച്ചൊന്ന് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശം ഊരിയിട്ട് നമുക്ക് അച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലെ മാവൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഏത് അച്ചാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അച്ച് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ആയിട്ടിരിക്കും. ഇത് മുകളിൽ കൂടിയൊന്നും നമ്മൾ തുറന്നു കഴിഞ്ഞാലൊന്നും വരികയില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാവ് കയറ്റി കഴിയുമ്പോൾ ഇത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ഇത് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ പക്കാവടയാണ് ഉണ്ടാക്കുന്നത്. പക്കാവടയ്ക്ക് 2 അച്ചാണ് വരുന്നത്. ഇതേപോലെയുള്ള ചെറിയ അച്ചും അതുപോലെ തന്നെ വലിയ അച്ചും വരുന്നുണ്ട് കേട്ടോ. വലിയ രീതിയിലുള്ള പക്കാവടയും നമുക്ക് ഉണ്ടാക്കാം, സാധാരണ ഉണ്ടാക്കുന്ന പോലെ. അതുപോലെ തന്നെ ചെറിയ സൈസിലുള്ള പക്കാവടയും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ അച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മുറുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. കുറേശ്ശെ മാവ് ഇതുപോലെ ഒന്ന് നിറച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാടങ്ങ് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ മാവ് നിറയ്ക്കാനായിട്ട്. ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പക്കാവട തയ്യാറാക്കാനായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിലേക്ക് പീച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ച ശേഷം ഇതേ രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പക്കാവട ഉണ്ടാക്കുമ്പോഴേ എണ്ണ ഒരുപാട് ചൂടാകാൻ പാടില്ല. മീഡിയം ലെവലിൽ മാത്രമേ എണ്ണ ചൂടാകാൻ പാടുള്ളൂ. എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഇതുപോലെ പീച്ച് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പീച്ചുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് നല്ലതുപോലെ ചൂടടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പീച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ഇത് കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഇവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരണം. സ്പൂണിട്ടോ ഒന്നും നമ്മളിതൊന്ന് തിരിച്ചിടാനൊന്നും ഇപ്പോൾ ശ്രമിക്കരുത്. ഒരു 2 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാവൂ. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് സേവനാഴിയിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. ആദ്യത്തെ നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ വശം ഒന്നും തുറക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ അടിവശം ഊരിയ ശേഷം നമ്മൾ അടിയിൽ നിന്ന് അതിൻ്റെ അച്ചെടുക്കണം കേട്ടോ. അടിയിൽ നിന്ന് അച്ചെടുക്കാതെ ഇത് മുകളിലേക്ക് വരില്ല. ഇതേ രീതിയിൽ അച്ചെടുത്ത് മാറ്റിയ ശേഷം നമ്മളിത് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുക. അതാണ്ട് ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ മാവിനി ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുകൾ വശം തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറേശ്ശെ മാവ് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വലിയ അച്ച്, അതായത് പക്കാവടയുടെ വലിയ അച്ച് വെച്ചിട്ടാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ പക്കാവടയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആകാനായിട്ട് നിൽക്കണ്ട. ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ കോരി വെച്ച് കഴിയുമ്പോഴും കുറച്ച് നേരം അതിൻ്റെ ചൂടുന്നുണ്ടല്ലോ, അത് ചൂടിന് കുറച്ചുകൂടി നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിത് കോരി എടുക്കാനായിട്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി നിറച്ച് വെച്ചിരിക്കുന്ന മാവ് കൂടി ഇതേ രീതിയിലൊന്ന് പീച്ചിട്ട് കൊടുക്കുക. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇതിനകത്തിലെ തരികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മാവ് പീച്ചുന്ന സമയത്ത് നമ്മൾ ഈ വരുന്ന മാവ് കീറി സ്പ്ലിറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് ഇതിനകത്തിലെ തരികളൊട്ടും പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വശം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴേ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പഴയതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. സൂപ്പറായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ടല്ലോ. ഇപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണത്തിനൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള പലഹാരമാണ്. ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലൊന്ന് ഒടിച്ചൊടിച്ചിട്ട് കൊടുക്കണം. നമ്മളിത് അതേ രീതിയിൽ തന്നെ കോരിയെടുത്തതാണ്. ഈ ഒരു രീതിയിൽ നമ്മുടെ പക്കാവടയുടെ ആ ഒരു അളവിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പക്കാവട ഉണ്ടാക്കിയ അതേ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെറിയ അച്ചിനകത്ത് ഉണ്ടാക്കിയ പക്കാവടയാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും, കാരണം ചെറുതായതുകൊണ്ട് തന്നെ. അത് ഞാൻ ഇതുപോലൊന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സേവനാഴിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിയാൽ മതി കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.